വളരെ സുപ്രധാനമായ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 200 വളരെ കൃത്യമായി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് കോടതി പറഞ്ഞു വെച്ചു. ഗവർണർമാർക്ക് ഒരു ബില്ല് അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ രാഷ്ട്രപതിക്ക് അയക്കാനോ ഉള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സഭയോട് ഗവർണർമാർ നീതിപൂർവകമായി പെരുമാറണം, വഴി തടസ്സം ഉണ്ടാക്കരുത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനാണ് നിയമനിർമ്മാണത്തിനുള്ള അധികാരം എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രതിഫലനം ഏത് നിലയിൽ നമ്മൾ കാണണം? വളരെ കാലമായി നിലനിന്നിരുന്ന ഒരു വിഷയത്തിനാണ് അല്ലെങ്കിൽ ഒരു സംശയത്തിനാണെന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായിട്ട് ഉത്തരം നൽകിയിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭാ അംഗങ്ങളടങ്ങിയ നിയമനിർമ്മാണ സഭയാണോ അതോ ഒരു യൂണിയൻ ഗവൺമെൻറ് നിയമിക്കുന്ന ഗവർണറാണോ ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാതലായിട്ടുള്ള ചോദ്യം. അതിന് ഇന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളടങ്ങിയ നിയമനിർമ്മാണ സഭയാണ് അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അവരുടെ ഇച്ഛയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഗവർണർമാർ പല നിയമങ്ങളും തടഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് അതൊരു കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ തുടർച്ചയായിരുന്നു ഈ ഗവർണർ പദവി എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ ഗവർണർക്ക് എത്രത്തോളം ഈ നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്, എത്രത്തോളം നിയമനിർമ്മാണത്തിൽ ഇടപെടാം, അതിന് എത്രത്തോളം ഗവർണർക്ക് വിവേചനാധികാരങ്ങളുണ്ട് എന്നുള്ള ചോദ്യങ്ങളിലെല്ലാം ഇന്ന് അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. നിയമനിർമ്മാണ സഭയുടെ ഉപദേശത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്, തിരിച്ചല്ല. ഗവർണർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേമുകൾക്ക് അനുസരിച്ചിട്ടല്ല നിയമനിർമ്മാണ സഭ പ്രവർത്തിക്കേണ്ടത്, മറിച്ച് ജനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളടങ്ങിയ നിയമനിർമ്മാണ സഭയുടെ നിർദ്ദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവിന്റെ ആകെത്തുക. ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വിശദമായി വരാം.